രാവിലെ എന്തൊരു കുത്തിത്തിരിപ്പാ ചങ്ങാതി. രാവിലെ എങ്ങനെ ഇത് കഴിയുന്നത്? ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടാ? രാവിലെ ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടാ? അല്ല രാവിലെ ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടാ? ഒരു പെൺകുട്ടിയുടെ ശബ്ദ സംരക്ഷണം വന്നിട്ട് അതിന്റെ മറുപടി നിങ്ങളുടെ പുതിയ രീതി ഇങ്ങോട്ട് ഫോക്കസ് ചെയ്ത് ഇങ്ങോട്ട് ഫോക്കസ് ചെയ്ത് അഞ്ചരയുടെ കേസ് എന്തായി? അത് ഞാൻ അല്ല രാവിലെ റിപ്പോർട്ടർ ഒന്ന് മാറിയുന്നേ അല്ല നിങ്ങൾ മാറിക്കൂ. ഞാൻ ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ. നിങ്ങൾക്ക് അതിനെ പറ്റി താല്പര്യമല്ലോ. ആശമാരുടെ സമരത്തെ പറ്റി പറയാം. നിങ്ങൾക്ക് ആ സമരത്തെ ഒറ്റ കൊടുക്കുന്നതിന് ഞാൻ ചൂടായില്ല. രാഹുലിന് പറയാനുള്ളത് രാവിലെ ഒരു കാര്യമില്ലാതെ ഒരടിസ്ഥാനം ഇല്ലാത്ത കുത്തിത്തിരിപ്പിന് മാത്രമായിട്ട് റിപ്പോർട്ടറിന് പ്രത്യേക ശമ്പളം ഉണ്ട്. അല്ല നിങ്ങൾ ആദ്യം ചോദിച്ച വിഷയം നേതാവായിരുന്നു ആശാ സമരം ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റത്. അദ്ദേഹം ഇതുവരെ എത്തിയിട്ടില്ല. അദ്ദേഹം എത്താത്തതിന്റെ കാരണം നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. KPCCയുടെ യോഗം തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. അത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. രാവിലെ എന്റെ ചങ്ങാതി അല്ല ഞാൻ അറിഞ്ഞില്ല. സ്വാഭാവികം അല്ല എന്റെ ചങ്ങാതി നിങ്ങളുടെ കുത്തിത്തിരിപ്പൊന്നും നാട്ടിലെ ജനങ്ങൾ ബൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിയിട്ട് അതായത് ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിയിട്ട് എനിക്ക് പ്രത്യേകമായി വൈകാരികതയുള്ള ഒരു വിഷയമാണ്. ഒരു നിയമസഭാ സാമാജിക നിലയിൽ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അടിയന്തര പ്രമേയം ഞാൻ അവതരിപ്പിച്ചത് ആശാവർക്കർമാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ തന്നെ ആലോചിക്കണം, ഈ തുച്ഛമായ വീരപ്പന്റെ ചാനലുകാരനെയും ആ മൈക്കുമായി വന്നവനെയും റയീസ് റഷീദാണ്. റയീസ് റഷീദിനെ നെരിവട്ടം കൊടുക്കേണ്ടത് രാഹുൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കുത്തിത്തിരിപ്പ് പരിപാടിയുമായിട്ട് രാഹുലിന്റെ പുറകെ റയീസ് റഷീദ് പോകൂല. വീരപ്പന്റെ ചാനലുകാർക്ക് അല്ലെങ്കിലും ഈ പറയുന്ന മരമുറി കൊള്ളക്കാരൻ വീരപ്പന്റെ ചാനലിന് അല്ലെങ്കിലും രാഹുൽ ഇങ്ങനെ സജീവമാകുന്നത് കാണുമ്പോൾ വലിയ തരത്തിലുള്ള വിഷമമുണ്ട്. അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ വിഷമങ്ങള്, നിങ്ങളുടെ ഈ ഒരു എന്താ പറയണ്ട കരച്ചില്, അത് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഇങ്ങനെ തിരിച്ചു വരുമെന്നോ അല്ലെങ്കിൽ രാഹുൽ MLA സ്ഥാനത്ത് തുടരുമെന്നോ അയാള് നിയമസഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമെന്നോ രാഹുൽ മാങ്കൂട്ടത്തില് പാലക്കാട്ടേക്ക് തിരിച്ചെത്തുമെന്നോ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് MLA എന്ന നിലയിൽ വലിയ സജീവമായ പ്രവർത്തനങ്ങൾ നടത്തുമെന്നോ അയാളെ ജനങ്ങൾ സ്വീകരിക്കുമെന്നോ ഇതൊന്നും നിങ്ങൾ ആഗ്രഹിച്ച കാര്യമല്ല. അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി നിങ്ങളുടെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്തായിരുന്നു രാഹുലിന്റെ പ്രവർത്തനങ്ങൾ. അപ്പോ നിങ്ങൾ പടച്ചുവിട്ട ഓഡിയോകളും നിങ്ങൾ പടച്ചുവിട്ട ഈ പറയുന്ന സ്ക്രീൻഷോട്ടുകളും നിങ്ങൾ വ്യാജമായി നിർമ്മിച്ചുണ്ടാക്കിയ ഓഡിയോ ക്ലിപ്പുകളും ഒക്കെ അതിനൊന്നും രാഹുലിനെ തളർത്താൻ കഴിഞ്ഞില്ല, അയാളുടെ രോമത്തിൽ തൊടാൻ കഴിഞ്ഞില്ല എന്നുള്ള ബോധ്യം റിപ്പോർട്ടർ TVക്കുണ്ട്, അതിലെ മാധ്യമപ്രവർത്തകർക്കുണ്ട്. അതിലെ മാധ്യമപ്രവർത്തകർ സ്വാഭാവികമായിട്ടുണ്ടാവും. കാരണം ആ സ്ഥാപനത്തിന്റെ അജണ്ട എന്താണോ ആ അജണ്ടയായിരിക്കും അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തരത്തിലുള്ള ഒരു എന്താ പറയേണ്ടത് ഒരു ഡ്രോബാക്ക് തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ രാഹുല് മണ്ഡലത്തിൽ മാത്രമല്ല മണ്ഡലത്തിന് പുറത്തേക്കും ഇതേ രീതിയിൽ വലിയ രീതിയിൽ സജീവമാകുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് കരച്ചിൽ വരും. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കരച്ചിൽ വരും. അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ പല രീതിയിലുള്ള കുത്തിത്തിരിപ്പുകളും ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പോ അങ്ങനത്തെ കുത്തിത്തിരിപ്പുകളൊന്നും രാഹുലിന്റെ അടുത്ത് വില പോകില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത്. അതല്ല കുത്തിത്തിരിപ്പിന് തന്നെയാണ് ഇനിയും ഉദ്ദേശമെങ്കിൽ നിങ്ങൾ കുത്തിത്തിരിപ്പ് നടത്തിക്കോളൂ. പക്ഷേ ഇതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് ജനങ്ങൾക്കുണ്ട് എന്നുള്ള തിരിച്ചറിവെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കുണ്ടാവണം. മനസ്സിലായില്ലേ? അപ്പോ അതില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുല് മണ്ഡലത്തിൽ സജീവമായപ്പോഴ്, മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോഴ്, രാഹുലിനെ തടയാൻ ആളുകളില്ലാതെ വന്നപ്പോഴ്, രാഹുലിനെ പരിപാടികൾ വളരെ സുഗമമായിട്ട് നടന്നു പോയപ്പോഴ്, അതുപോലെ രാഹുൽ ദൈനംദിനം ഈ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ എന്ന് പറഞ്ഞാൽ പാലക്കാട്ട് സജീവമായപ്പോൾ നിങ്ങൾക്ക് ആകെ ഉണ്ടായ ആശ്വാസം എന്ന് പറയുന്നത് രാഹുൽ ഈ പറയുന്ന പാർട്ടിയിൽ നിന്ന് സസ്പെൻഷനിലാണ്, അതുപോലെ രാഹുൽ മണ്ഡലത്തിന് പുറത്തുള്ള വലിയ പരിപാടികളിലൊന്നും പങ്കെടുക്കുന്നില്ല, അതിലൊന്നും സജീവമാകുന്നില്ല എന്നുള്ള ഒരു ആശ്വാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് രാഹുൽ ഇങ്ങനെ പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അയാള് മണ്ഡലത്തിന് പുറത്തേക്കും തന്റെ പ്രവർത്തന മേഖല വീണ്ടും സജീവമാകുന്നത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ദേഷ്യം വരും, നിങ്ങൾക്ക് അരിശം വരും, നിങ്ങൾ അസ്വസ്ഥരാകും. ഇതൊക്കെ സ്വാഭാവികമാണ്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്.
മനസ്സിലായില്ലേ? അതെന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള വ്യാജങ്ങൾ പടച്ചു വിടുന്നതല്ല മാധ്യമ പ്രവർത്തനം എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കിട്ടേണ്ടത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ബോധം വരും. മനസ്സിലായില്ലേ? അത് കിട്ടേണ്ട സമയത്ത് തന്നെ കിട്ടുകയും വേണം. അത് തന്നെയാണ് രാഹുൽ കൊടുത്തതും. മനസ്സിലായില്ലേ? നിങ്ങളുടെ സ്ഥാപനത്തില്, ഈ മരമുറിക്കാരന്റെ സ്ഥാപനത്തില് ഒരു പെൺകുട്ടി വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ട് ഒരു ദുരനുഭവം ഉണ്ടായിട്ട് ആ പെൺകുട്ടി ആ സ്ഥാപനത്തിൽ നിന്ന് രാജിവെച്ച് പുറത്തിറങ്ങിയിട്ടും ആ പെൺകുട്ടി പച്ചക്ക് വന്ന് വിളിച്ചു പറഞ്ഞിട്ടും വളരെ സ്ട്രോങ് ആയി നിന്നുകൊണ്ട് താൻ നേരിട്ട ദുരനുഭവങ്ങളെ കുറിച്ച് വിളിച്ചു പറഞ്ഞിട്ടും അതിനെതിരെ എന്ത് നടപടിയാണ് നിങ്ങൾ എടുത്തത്? എവിടെ എത്തി അതിനെതിരെയുള്ള കേസുകൾ? എവിടെ വരെ എത്തി നിൽക്കുന്നു? അന്ന് ആ പെൺകുട്ടി പരാതി പറയരുത്, ഇത് പുറത്ത് പറയരുത്, ഇത് സ്വാഭാവികമാണ്, ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്, നിങ്ങളിത് പുറത്ത് പറഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾക്ക് തന്നെയാണ്, അത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ബാധിക്കുമെന്ന് ആ പെൺകുട്ടിക്ക് ഉപദേശം കൊടുത്തത് ആരൊക്കെയാണ്? ഈ പറയുന്ന വീരപ്പനും ഈ പറയുന്ന മൊട്ടയും കൂടിയല്ലേ ആ ഉപദേശം നൽകിയത്. എന്ന് പറഞ്ഞാല് നിങ്ങള് രാഹുലിന്റെ കാര്യത്തിൽ കാണിക്കുന്ന ആ ശുഷ്കാന്തി, രാഹുലിന്റെ കാര്യത്തിൽ കാണിക്കുന്ന ആ ഒരു മനോഭാവം, അതെന്തേ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇത്തരത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് അത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ട്, ഒരു ദുരനുഭവം ഉണ്ടായിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ നിങ്ങളെ കൊണ്ട് ആരെ കൊണ്ടും സാധിക്കാത്തത്? ഈ പറയുന്ന റയീസ് റഷീദിനെയോ ഈ പറയുന്ന ഒരുത്തനെയോ ആ വഴിക്ക് കണ്ടില്ലല്ലോ നിങ്ങൾ ആരും. ഈ പറയുന്ന ആ പെൺകുട്ടിക്ക് വേണ്ടി ഒരു വാക്ക് മിണ്ടാൻ നിങ്ങളെ കൊണ്ട് ആരെ കൊണ്ടെങ്കിലും സാധിച്ചോ? എന്ത് ധാർമ്മികതയാണോ ഇത്? ഇതാണോ മാധ്യമ പ്രവർത്തനം? ഇതാണോ മാധ്യമ പ്രവർത്തനം? മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു അന്തസ്സും അതിനൊരു ധാർമ്മികതയൊക്കെ ഇല്ലേ? അതൊന്നും നിങ്ങൾക്കില്ലേ? നിങ്ങൾക്ക് ഈ പറയുന്ന യജമാനന്റെ മുന്നിൽ വാലാട്ടുന്ന പട്ടികളുടെ അതേ രീതിയിലാണോ നിങ്ങളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? അറ്റ്ലീസ്റ്റ് കൂട്ടത്തിൽപ്പെട്ട ഒരുത്തിയല്ലേ? സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വികാരമല്ലേ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ വലിയ ക്ഷോഭം വരാറുണ്ട്, അതുപോലെ നമുക്ക് കോപം വരാറുണ്ട്, ദേഷ്യം വരാറുണ്ട്, നമ്മൾ വികാരമാകാറുണ്ട്, നമ്മളത് പ്രകടിപ്പിക്കാറുമുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഈ പറയുന്ന മാധ്യമ പ്രവർത്തകയായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക്, അതും ഈ പറയുന്ന ന്യൂസ് റൂമിനകത്ത് വെച്ച് നടന്നിട്ട് പോലും എന്തേ നിങ്ങൾ ആരും വാ തുറക്കാത്തത്? ഇതാണോ ധാർമ്മികത? ഇതാണോ നിങ്ങളുടെ മുന്നിലുള്ള ഈ പറയുന്ന സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത്? കൂട്ടത്തിൽപ്പെട്ട ഒരുത്തിയെ ഒരാൾ തൊട്ടിട്ട് ആ കുട്ടിയെ ആക്രമിച്ചിട്ട് അതിനെതിരെ ചെറുവിരൽ പോലും അനക്കാൻ സാധിക്കാത്ത നിങ്ങൾ പിന്നെ എന്ത് ധാർമ്മികതയാണോ ഈ പറയുന്നത്? എന്താണ് നിങ്ങൾ പറയുന്ന ഈ ധാർമ്മികത? എന്താണ് അതിൻ്റെ അടിസ്ഥാനം? മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്തിനാണ് പിന്നെ രാഹുലിന് പിറകെ ഇങ്ങനെ നടക്കുന്നത്? ഈ ലഭ്യരാവാൻ വേണ്ടിയിട്ടാണോ? അതോ രാഹുലിന്റെ വായിലിരുന്നത് കേട്ടാൽ മാത്രമേ ഉറക്കം വരൂ എന്നുള്ളത് മാത്രമാണോ നിങ്ങളുടെ ഒരു മെന്റാലിറ്റി? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ആയിക്കോളൂ കേട്ടോ. കാരണം രാഹുൽ അതിന് തയ്യാറാണ്. മനസ്സിലായില്ലേ? രാഹുൽ അതിന് തയ്യാറാണ്. അപ്പൊ രാഹുല് അത് കറക്റ്റായിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. എന്താണെങ്കിലും ഇപ്പൊ നന്നായിട്ട് കിട്ടി ബോധിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ നന്നായിട്ട് ഇന്നത്തെ രാത്രി ഉറങ്ങാൻ പറ്റുമല്ലോ. റയീസ് റഷീദിന് വേണ്ട വിധത്തിൽ ഉറങ്ങാൻ സാധിക്കും ഇന്നത്തെ രാത്രി എന്താണെങ്കിലും. അപ്പോ നന്നായിട്ട് ഉറങ്ങിക്കോ റയീസെ. കൂട്ടിന് ഒന്ന് മസാജ് ചെയ്യാന്, ശാരീരികമായിട്ട് നല്ല ഒരു കൂടുതൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് എന്താ പറയണ്ട, കൈകാലുകൾ ഒരു തരിപ്പ് വേദനയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ മസാജ് ചെയ്യാൻ വീരപ്പനെയും മൊട്ടയെയും കൂട്ടിക്കോ. രണ്ടുപേരും മാറി മാറി ഇരുന്ന് ഇടവും വലവും ഇരുന്ന് നന്നായിട്ട് പിടിച്ച് ഒന്ന് മസാജ് ചെയ്ത് തരുന്നതായിരിക്കും. അവരെ വിളിച്ചു വരുത്തുക. എന്നിട്ട് രാഹുലിൽ നിന്ന് കിട്ടിയതിനുള്ള ഒരു ക്ഷീണം നന്നായിട്ട് മാറ്റിക്കോ. മനസ്സിലായില്ലേ? വേണമെങ്കിൽ കുഴമ്പ് വാങ്ങാനുള്ള കാശ് അത് രാഹുലിനോട് ചോദിച്ചാൽ മതി, രാഹുൽ തരുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു കൂട്ടിക്കൊടുപ്പിന്റെ ഒരു മാധ്യമ പ്രവർത്തനം നമ്മൾ കുറച്ച് നാളുകളായിട്ട് കാണുകയാണ്. ഇവര് വളരെ വ്യക്തമായ അജണ്ടകളോട് കൂടി പിണറായി വിജയന്റെ PR ഏജൻസികളായി മാറിക്കൊണ്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളെയും പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ അംഗങ്ങളെയും ഒക്കെ അധിക്ഷേപിച്ചുകൊണ്ട് അവർക്കിടയിൽ എന്തോ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ അവരൊക്കെ വലിയ മോശക്കാരാക്കിക്കൊണ്ടുള്ള ഒരു ചിത്രീകരണം നടത്തിക്കൊണ്ട് ഈ പറയുന്ന പിണറായി വിജയന്റെ
തോൽവികളെയും ഭൂലോക പരാജയമായിട്ടുള്ള പിണറായി വിജയന്റെ വീഴ്ചകളെയും ഒക്കെ മറച്ചു പിടിക്കാൻ വേണ്ടി, പിണറായി വിജയനെ പ്രതിരോധിക്കുവാൻ വേണ്ടി ഒരു കൂട്ടിക്കൊടുപ്പിന്റെ കളികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തനമാണ് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ തന്നെയാണോ മാധ്യമ പ്രവർത്തനം? ഇതാണോ ശരിക്കുമുള്ള ഒരു മാധ്യമ ധർമ്മം എന്ന് പറയുന്നത്? ഇതാണോ എന്ന് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് മുഖത്തോട് മുഖം നോക്കി ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതല്ല ഇതിന്റെ രീതി എന്ന് അവർക്കും അറിയാം, ഇത് കേട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കും അറിയാം. ജനം എല്ലാം വിലയിരുത്തുന്നുണ്ട്, ചിലരെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്. എസ്പെഷ്യലി ഇങ്ങനെ പണ്ട് നമ്മളെ സിനിമയിൽ ശങ്കരാടി പറയുന്നുണ്ടല്ലോ, കൊള്ളാവുന്ന ചെറുപ്പക്കാർ, കഴിവുള്ള പ്രാപ്തിയുള്ള ചെറുപ്പക്കാരെ പ്രതിപക്ഷത്ത് നമ്മൾ കണ്ടെങ്കിൽ അവരെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് പെണ്ണ് കേസിൽ കൊടുക്കുക, അവർക്കെതിരെ ഇത്തരത്തിൽ പടലങ്ങൾ സൃഷ്ടിക്കുക, പുകമറകൾ സൃഷ്ടിക്കുക, അവരെ ഇങ്ങനെ ഒരു സംശയത്തിന്റെ മുനയിൽ നിർത്തുക, എന്നിട്ട് അവരെ തമ്മിൽ തല്ലിക്കുക. ഇതൊക്കെ ശങ്കരാടി പണ്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അതേ രീതിയാണ് ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന രാജാവായിട്ടുള്ള പിണറായി വിജയന്റെ അടിമകൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന PR ഏജൻസികളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരങ്ങൾ, ആ തെമ്മാടിത്തരങ്ങൾക്കുള്ള മറുപടി ഈ വരുന്ന തെരഞ്ഞെടുപ്പ്, അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ശരി, അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ശരി, ജനങ്ങൾ വിധി എഴുതും, ജനങ്ങൾ അത് കാണിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്കാർക്കും വേണ്ട.